അഡ്വക്കേറ്റ് രാജൻ ബാബു. ഇല്ല, കിട്ടുന്നില്ല. അതായത് കള്ളിഷാപ്പുകാരൻ്റെ കാഴ്ചപ്പാടിലൂടെയോ അയൽവക്കക്കാരൻ്റെ വസ്തുതർക്കക്കാരൻ്റെ കാഴ്ചപ്പാടിലെ അല്ല ഞാനിവിടെ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് പറയുന്നത്. അവരൊരു പക്ഷേ അവരുടെ സ്വന്തം താല്പര്യക്കാരും അതുകൊണ്ട് പറഞ്ഞിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആ കാഴ്ചപ്പാടിലൂടെ അല്ല ഞാൻ അവതരിപ്പിച്ചത്. ചോദ്യം ചെയ്യപ്പെടാൻ വയ്യാത്ത ഉപനിഷത്തുകളിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവമെന്നാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് അവിടെ പറയുന്നുണ്ട്. ഈ വിഷയം തീരുമാനിക്കേണ്ടത് ഉപനിഷത്തുകളുടെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും ഒരാൾ അവരുടെ ഷാപ്പ് കൊണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറയുന്ന കാര്യമല്ല. എന്താണ് ഉപനിഷത്തുകൾ പറയുന്നത്, എന്താണ് ദൈവത്തെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്, ആ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാൾ നേരത്തെ ഒരു സുപ്രീം കോടതി ചോദ്യം ചോദിച്ചപ്പോൾ ആൾ ദൈവമാണോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു ആൾ ദൈവമല്ല. ആൾ ദൈവങ്ങൾക്ക് 3 അവസ്ഥയേ ഉള്ളൂ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇത് 3 ആൾ ദൈവങ്ങൾക്കുള്ളൂ. എന്നാൽ ഗുരുദേവന് 4ാമത്തെ അവസ്ഥയുണ്ടായിരുന്നു, തുര്യത്ത് എന്ന് പറയുന്നത്. തുര്യത്ത്, നിർഗുണ പരബ്രഹ്മത്തിൻ്റെ സ്റ്റേജായ തുര്യത്ത് എന്നുള്ള സ്റ്റേജിലെത്തിയത് കൊണ്ട് നാരായണ ഗുരു ആൾ ദൈവമല്ല. പിന്നെ അടുത്തതും കോടതി ചോദിച്ചത് 33 കോടി ദേവന്മാരിൽ ആരെങ്കിലും ഒരാളായിട്ടാണെന്നാണ്. അതുമല്ല. തത്വരീയ ഉപനിഷത്തിൽ പറയുന്നത് സാധാരണ മനുഷ്യൻ മുതൽ ബ്രഹ്മം വരെ എത്തിയ 11 സ്റ്റേജുകളിൽ ദേവന്മാർ നിൽക്കുന്നത് 7ാമത്തെ സ്റ്റേജിലാണ്. ഗുരു 11ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ഈ കോടതി വിധികളിൽ ആവർത്തിച്ചു വരുന്ന കോടതി വിധികളിൽ ഈ നിലയ്ക്കുള്ള ഇതിന്നിപ്പോൾ മുൻവിധികളെ ആവർത്തിച്ചിരിക്കുകയാണ്. ആ വിധികളെ എടുത്തു പറയുകയാണ് പ്രധാനമായും ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രമായി കാണാൻ കഴിയില്ല, ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, അദ്ദേഹം വിഗ്രഹാരാധനയിൽ വിശ്വസിച്ചിരുന്നയാളല്ല, ഇങ്ങനെ കൃത്യമായി 4 കാര്യങ്ങൾ പ്രധാനമായും എടുത്തു പറയുകയാണ് കോടതി ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങളൊന്നും കോടതിയിൽ നിൽക്കാതെ പോയത്? എന്തുകൊണ്ടാണ്? കാരണം ഞാനീ പറഞ്ഞ രീതിയിൽ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് ഉപനിഷത്തുകളിൽ കൂടെയുള്ള ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവമാര് ഗുരുവാര് എന്നുള്ള ഒരു വാദം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാതിരുന്നു എന്നുള്ളതാണ് അതിന് കാരണം. വിഗ്രഹങ്ങളില്ലാതെയുള്ള ഓച്ചറ ക്ഷേത്രത്തെ, പരബ്രഹ്മ ക്ഷേത്രത്തേക്ക് അവിടെ വിഗ്രഹമേ ഇല്ല, അത് ക്ഷേത്രങ്ങളായി കാണുന്നു. നമുക്കിവിടെ ഭരണഘടനയുടെ 25ാം വകുപ്പുണ്ട്, സബ്ജക്റ്റ് ടു ഹെൽത്ത്, പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി. എവരി സിറ്റിസൺ ഹാസ് ഗോട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഹാവ് ഫെയ്ത്ത്. അത് ഉമേഷ് ചള്ളിയുടെ കേസിലും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ആർക്കും ദൈവമെന്നുള്ള കൺസെപ്റ്റിൽ ഉള്ള വിശ്വാസം ആർക്കും ആകാം, അത് അവരുടെ അവകാശങ്ങളാണ്. നാഗത്തെ പോലും ദൈവമായി ആരാധിക്കുന്ന നാടാണ് നമ്മുടേത്. അപ്പം ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വേരി ചെയ്യുന്നിരിക്കും. പക്ഷേ ഉമേഷ് ചള്ളിയുടെ കേസ് വിധിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ 188ാം വകുപ്പ് അനുസരിച്ച് ഒരംഗം 3rd ഷെഡ്യൂൾ പറയുന്ന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് ഭരണഘടനയുടെ പ്രൊസീജിയർ അനുസരിച്ച് തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും കോടതി പറഞ്ഞത് ഒരാൾക്ക് ഒരു ദൈവത്തെ വിശ്വസിക്കാനുള്ള, ഏത് തരത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. വ്യക്തമാണ്. ഏത് മതവും ഏത് ദൈവസങ്കല്പവും സ്വാർത്ഥ താല്പര്യക്കാരുടെ കയ്യിൽ ഒരായുധമായിട്ടുണ്ട്. അതിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മാത്രം പറയേണ്ടതില്ല, മറ്റേത് ദൈവത്തെയും ഏത് ദൈവസങ്കല്പങ്ങളെയും വളരെ കൃത്യമായി സ്വാർത്ഥ താല്പര്യക്കാർ വിനിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ പോലും 1000 ഉദാഹരണങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നവരെ മാത്രം നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്ന പ്രശ്നം കൂടിയില്ലേ? ഇവിടെ വക്കീൽ ഇപ്പോൾ വാദിച്ച് കേസ് ജയിക്കുകയല്ല, തോക്കുകയാണ് ചെയ്തത്. ഉമേഷ് ചള്ളിയുടെ കേസിൽ തന്നെ സുപ്രീം കോടതി ഗുരുനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയല്ല, ഭരണഘടനയുടെ വ്യവസ്ഥ അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അവിടെ വക്കീലിൻ്റെ വാദമൊക്കെ സമർത്ഥമായി നടത്തിയെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ദൈവമായി കണ്ടുകൊണ്ട് ഗുരുനാമത്തിൽ ഗുരു ദൈവമാണെന്ന് പറഞ്ഞത് കോടതി അംഗീകരിച്ചില്ല. വക്കീൽ നന്നായി വാദിച്ചിട്ടുണ്ട്, പക്ഷെ വാദം അവിടെ ഉൾക്കൊണ്ടിട്ടില്ല. ഇവിടെ സാനു മാസ്റ്റർ പറഞ്ഞ പോലെ ഒരു അനുഭവം എനിക്കുണ്ട്. ഒരു ഇറച്ചി വെട്ടുകാരൻ ഒരു ജംഗ്ഷനിൽ അയാൾ ഇറച്ചി വെട്ടിയാണ് ജീവിച്ചിരുന്നത്. അവിടെയുള്ള SNDP നേതാക്കന്മാരെ കൂടെ ഒരു ഗുരുദേവൻ്റെ പ്രതിമ കൊണ്ടാണ് ഇറച്ചി വെട്ടുകാരൻ്റെ അപ്പുറത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ ഇറച്ചി വെട്ടുകാരനെ പഞ്ചായത്തിനെ കൊണ്ടുവച്ച് ഗുരുദേവ പ്രതിമ ഇരിക്കുകയാണെന്ന് പറഞ്ഞത് മാറ്റണമെന്ന് പറഞ്ഞ് വലിയ സംഘർഷം സമുദായങ്ങളെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഞാനിതുപോലെ അന്ന് പോയി ഇടപെടേണ്ടി വന്നു. അയാളെ രക്ഷിക്കേണ്ടി വന്നു. ഞാനതിനുശേഷം ശിവഗിരി മഠത്തിലെ സ്വാമിമാരുടെ അടുത്ത് പറഞ്ഞു, ഗുരുദേവ പ്രതിമ ഏതെങ്കിലും ഒരുത്തൻ്റെ വയറ്റിപ്പഴു ഉപജീവനം മുട്ടിക്കുന്നിടത്ത് വയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഏതൊരു അന്നത്തെ മഠത്തിലെ ഒരു സ്വാമിയാരാണ് പോയി ഇത് വയ്ക്കുകയും ചെയ്തത്. അതുകൊണ്ട് മേലാൽ ഈ പണി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഗുരുദേവൻ ഒരു മതക്കാരുടെയും ശത്രുവായിരുന്നില്ല, ഒരുത്തൻ്റെ ഉപജീവനം മുട്ടിച്ചവർ എതിവര്യനായിരുന്നില്ല. ആ ഗുരുദേവൻ ഇങ്ങനെ ഓടയിലെല്ലാം കൊണ്ടുവയ്ക്കുകയും ആരെയെങ്കിലും ഉപജീവനം മുട്ടിക്കുന്ന പണി ചെയ്യിക്കരുത് എന്ന് ഞാനൊന്ന് പറയാനിടയുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഒരു തർക്കത്തിൻ്റെ പേരിലാണെങ്കിലും ഗുരുദേവൻ്റെ പ്രതിമ കൊണ്ട് വെച്ചിട്ട് അത് ക്ഷേത്രമാണെന്ന് പറഞ്ഞു, ക്ഷേത്രത്തിന് ചില സംരക്ഷണം വേണമെന്ന് വാദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ കോടതി വിധി 100% ശരിയാണ്. ഇവിടെ ഇനിയിപ്പോൾ ഒരു ക്ഷേത്രം ഗുരുദേവൻ്റെ പ്രതിമ വെച്ചപ്പോൾ വിദ്യാസാഗർ സൂചിപ്പിക്കുണ്ടായല്ലോ, ഗുരുമന്ദിരങ്ങളൊക്കെ ഇപ്പോൾ ഗുരുക്ഷേത്രങ്ങളാക്കി മാറ്റുകയാണെന്ന്. ആ ക്ഷേത്രങ്ങൾ ആരുടെ ക്ഷേത്രമാകും? ഹിന്ദുവിൻ്റെതാകുമോ? ഹിന്ദുവിൻ്റെതല്ലേ ആകൂ? അത് ഹിന്ദുവിൻ്റെ തന്നെ എല്ലാവരുടെയും ആകില്ല, ഈഴവരുടെ ക്ഷേത്രമാക്കുമല്ലോ. ഗുരുദേവൻ അങ്ങനെ ഈഴവരുടെ ദൈവമായിരുന്നോ? ഗുരുവായിരുന്നോ? ഗുരുദേവൻ നാനാജാതി മതവിഭാഗം കിടന്ന മനുഷ്യരുടെ ഒരു ഗുരുവായിരുന്നല്ലോ. അവിടെ ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും വരാനുള്ള ഒരു സൗകര്യം SNDP യോഗം സമ്മതിക്കുമോ? എല്ലാവരുടെയും ദൈവമാണെന്ന് സമ്മതിക്കുമോ? അപ്പോൾ ഇത് അപ്രായോഗികമായ ഒരു കാര്യം. അത് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു. ഗുരുദേവൻ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പലങ്ങൾ ആദ്യം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിന്ന അവസരത്തിൽ പ്രതിഷ്ഠ നടത്താനും അമ്പലത്തിൽ പോകാനും സ്വാതന്ത്ര്യം മനുഷ്യൻ നിഷേധിച്ച ഒരു അവസരത്തിൽ അവിടെ അവർക്കും ഒരു അമ്പലത്തിൽ പോകാനും തൊഴാനും ഒരു ഇതുണ്ടാക്കി. അമ്പലവും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനും മനുഷ്യന് ശുചിത്വം പാലിക്കാനും അവിടെ വൃത്തിയോടുകൂടി വരാനുമൊക്കെ പഠിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം എന്തേ പറഞ്ഞ് കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞ്, നീയാണ് നിൻ്റെ ദൈവം, ഇനി നമുക്ക് ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ ഗുരു തന്നെ ഒരു മാതൃക കാണിച്ചില്ലേ? എന്നിട്ട് ആ ഗുരുദേവൻ്റെ കാലശേഷം ഇപ്പം വീണ്ടും അമ്പലങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ഗുരുദേവൻ്റെ വചനങ്ങൾക്കും ദർശനങ്ങൾക്കും എതിരായ കാഴ്ചപ്പാടല്ലേ? അപ്പോൾ അത് ചില ദുഷ്ടലാക്കോടുകൂടി ലാഭേച്ഛയോടുകൂടി ചെയ്യുന്ന ചില പണികളല്ലേ? ഗുരുദേവ ദർശനങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കല്ലേ വേണ്ടത്? ഗുരുധർമ്മ പ്രചരണ സഭ SNDPയും ധർമ്മസംഘവും ഗുരുവിൻ്റെ ആദർശങ്ങൾ ദർശനങ്ങൾ പ്രചരിപ്പിക്കലല്ലേ? ഗുരു തന്നെ അദ്ദേഹം ദൈവദശകം ദർശിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഏത് മതക്കാരുടെന്ന് പറയാനൊക്കെ എല്ലാ മതക്കാർക്കും ആ പ്രാർത്ഥന ആലപിക്കാമല്ലോ. എല്ലാ മതക്കാർക്കും യോഗ്യമല്ലേ? മനുഷ്യർക്കാകെ യോഗ്യമായിട്ടുള്ളതല്ലേ? അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണോ? ഒരു ജാതിയുടേതാണോ? തീർച്ചയായും ഗുരുവിനെ ദൈവമായി ചുരുക്കുമ്പോൾ അത് ആരുടെ ദൈവമായി മാറുന്നു എന്നത് പരിശോധിക്കാം. വളരെ പെട്ടെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗറിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.